ഇന്നേരത്തെ ഈ ബൂസിന്റെ വ്ളോഗ് ആയിട്ടുള്ള വരവും ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊരു നോമ്പ് തുറന്റെ കോളാണ് എന്ന്. ഓഫ്, എന്താ വൈബ്, എന്താ ഒരു ആറ്റിറ്റ്യൂഡ്, എന്താ ഒരു ലുക്ക്. ഓഫ്, ഇത് കണ്ടപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതോടെ നല്ല ലേറ്റും കാര്യങ്ങളൊക്കെ അല്ല ഇതേ ഒരു ആംബിയൻസിൽ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് നോമ്പെടുക്കാന്ന് പറഞ്ഞാല് അത് നല്ല രസാണ്. എല്ലാരും ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കാന്. പക്ഷെ ഞങ്ങൾ മൊത്തം ഫാമിലി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഞങ്ങളും ചിരിച്ചിക്കണട്ടാ. പെരയിലിരുന്ന് നോമ്പ് തുറക്കുകയാണെങ്കിൽ ജ്യൂസ് അടിക്കണം, കുമ്മുട്ടി വെട്ടണം, ഫ്രൂട്ട്സ് അരിയണം, മുന്തിരൊക്കെ കഴുകി വെക്കണം, സമൂസ പൊരിക്കണം, കട്ട്ലറ്റ് ഉണ്ടാക്കണം. എത്ര മെനക്കെട്ട പരിപാടിയാണ്. ഇതൊക്കെ കഴിഞ്ഞാലോ തീർന്നാ ഇല്ല. ഇനിയിപ്പോ അതൊക്കെ പാത്രം കഴുകി വെക്കണ്ടേന്ന് ആലോചിക്കുമ്പോ വീട്ടമ്മമാർക്ക് ഭയങ്കര ഇടങ്ങേറാ. ഇന്നെ പോലത്തെ ബ്ലോഗർമാർക്കും ഉണ്ടാവും ഇടങ്ങേറൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊന്ന് പോയി കിടന്നാല് മുണ്ടാട്ടം ഉണ്ടാവില്ല, മുറിയാട്ടം ഉണ്ടാവില്ല, അങ്ങനെ കണ്ട് കിടന്നുറങ്ങും. പിന്നെ എന്താ അതിലൊക്കെ ഒരു രസല്ലേ. ഇങ്ങനെയൊക്കെ പോയി എല്ലാരും കൂടെ ഒക്കെ ഇരുന്ന് ഒന്നും ചെയ്യണ്ട, കൊറേ ബടായി എറിയ ചിരിക്കാൻ, നോമ്പൊറക്ക, ഫുഡ് കഴിക്ക. ഓ, ഫുഡ് എന്നൊക്കെ പറഞ്ഞാല് നല്ല കിടുക്കം ഫുഡ്. പിന്നെ എന്തൊക്കെ ഫുഡ് എന്ന് അറിയണ്ടേ? ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ കറി, വെജിറ്റബിൾ കുറുമ, ചിക്കൻ കൊണ്ടാട്ടം, ടയറ് പത്തിരി, പത്തിരി, പാൽക്കപ്പ, ഫിഷ് കറി. കൂടുതൽ അങ്ങോട്ട് പോയാലേ ഞാൻ അപ്പൊ തന്നെ നോമ്പറക്കേണ്ടി വരും. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്താം. അപ്പൊ നിങ്ങൾ വിചാരിക്കും തീർന്നെന്ന്. ഇല്ല, ഇഞ്ഞുണ്ട് ഐറ്റംസ് ഒക്കെ. ഞാൻ തിന്നണ ഈ തീറ്റ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഈ ബൂസിന് പെരുത്ത് ഇഷ്ടമായിക്കണെന്ന്. ഈ ബൂസിന് പെരുത്ത് 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 ഇഷ്ടമായിക്കണ്. ബിരിയാണി എന്നൊക്കെ പറഞ്ഞാല് ഇതാണ് ബിരിയാണി. എന്താ ടേസ്റ്റ് എന്നറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചതില് ഏറ്റവും ടേസ്റ്റ് ഇതാ. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതാട്ടാ, അത് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. റമദാൻ മാസമായിട്ട് എന്തിനാ ഈ ബൂസ് എങ്ങനെ തള്ളണെന്ന് നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവുക. സത്യം പറയണ പിന്നെ എന്തിനാ നമ്മള് റമദാനും ചൊവ്വാലൊക്കെ പേടിക്കണത്? ഞാൻ പറഞ്ഞത് സത്യാണ്. നിങ്ങളൊന്ന് പോയി കഴിച്ചു നോക്കി, അപ്പോഴെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവല്ലേ. ഫുഡിന്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഒരാൾക്ക് 399 രൂപ. നിങ്ങൾക്ക് ആവശ്യത്തിന് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പൊ അതൊരു നല്ല ഓഫർ തന്നെയല്ല. പിന്നെ അവിടെ കുൽക്കി സർബത്തും പല പല ഐറ്റങ്ങളും ഉണ്ട്. അത് വേറെ സ്റ്റോറാട്ടാ. അവിടെ നല്ല കാന്താരി മാങ്ങയും നല്ല കുടുക്കയിൽ കിട്ടുന്ന സർബത്തും പാനിപൂരിയും അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ഇവന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൊക്കേഷൻ വരുന്നത് പുത്തനത്താണി, തിരുനാവായ റോഡ്, കുട്ടിക്കലത്താണി. അപ്പൊ എല്ലാരും അവിടെ പോയി അവരുടെ നമ്പർ അപ്പൊ എല്ലാരും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് പോയി നോമ്പ് പറഞ്ഞോളി.